ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉംദത്തുൽ അഹ്കാമിലെ കിതാബു സക്കാത്താണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കാത്തിന്റെ വിധിവിലക്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹദീസുകൾ. അതിൽ 5-ാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ആദ്യമായി വായിക്കാനുള്ളത്. عن أبي هريرة رضي الله عنه قال بعث رسول الله صلى الله عليه وسلم عمر على الصدقة. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നു, ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ അല സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സകാത്ത് പിരിക്കുന്നതിനു വേണ്ടി നിയോഗിക്കുകയുണ്ടായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ഭരണാധികാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയുടെ കൽപ്പന പ്രകാരം സകാത്ത് പിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുസ്ലിമീങ്ങൾക്കിടയിൽ നിയോഗിക്കപ്പെടുകയാണ്. ഫഖീല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, പറയപ്പെട്ടിട്ടുണ്ട്, മൻഅ ഇബ്നു ജമീൽ വ ഖാലിദ് ഇബ്നു വലീദ് വൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അമ്മു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ആളുകൾ സക്കാത്ത് നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒന്ന് ഇബ്നു ജമീലാണ്, 2 ഖാലിദ് ഇബ്നു വലീദ്, 3 അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അമ്മു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഉപ്പയുടെ സഹോദരനാണ്, അമ്മാണ്. فقال رسول الله صلى الله عليه وسلم ما ينقم ابن جميل إلا أن كان فقيرا فأغناه الله تعالى. എന്താണ് ഇബ്നു ജമീൽ? അവൻ ദരിദ്രനായിരുന്നല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പിന്നീട് ധന്യത നൽകിയില്ലേ? അഥവാ എന്നിട്ടും എന്തേ സക്കാത്ത് നൽകിയില്ല എന്ന് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്. അമ്മാ ഖാലിദുൻ ഫഇന്നകും തദ്ലിമൂന ഖാലിദ. എന്നാൽ ഖാലിദിന്റെ കാര്യം, നിങ്ങൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് ദുൽമാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനം നിങ്ങൾ ഇടിച്ച് താഴ്ത്തരുത്. ഫഖദ് ഇഹ്തബസ അദ്റാഅഹു വഅഅതാദഹു ഫീ സബീലില്ലാഹ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പടച്ചട്ടയും യുദ്ധത്തിന് ഉപയോഗിക്കേണ്ടതായ ആയുധങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ വെച്ചിട്ടുള്ളയാളാണ്. വഅമ്മൽ അബ്ബാസ് ഫഹിയ അലയ്യ വമിസ്ലുഹ. അബ്ബാസിന്റെ കാര്യം അതെനിക്കാണ്, അതുപോലത്തേതും ഞാൻ നൽകും. ثم قال يا عمر أما شعرت أن عم الرجل سنو أبي. ഉമർ, നിനക്കറിയില്ലേ, ഒരു വ്യക്തിയുടെ ഉപ്പയുടെ സഹോദരൻ ഉപ്പയെ പോലെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഒരുപാട് മസ്അലകൾ ഈ ഹദീസിൽ വരുന്നുണ്ട്. സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് മസ്അലകൾ ഈ ഹദീസിൽ വരുന്നുണ്ട്. ഒന്ന്, സക്കാത്തിന് വേണ്ടി, അതിന് പിരിക്കാൻ വേണ്ടി മുസ്ലിം ഭരണാധികാരികളുള്ള നാടുകളിൽ സക്കാത്ത് പിരിക്കാൻ വേണ്ടി അതിന്റെ ആളുകളെ നിയോഗിക്കുന്നതായിരിക്കും. അവരാണ് സക്കാത്തിന്റെ ആമിലീന അലൈഹ, സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ എന്നറിയപ്പെടുന്നത് അവരാണ്. അവർക്ക് സക്കാത്തിൽ നിന്നുള്ളൊരു ഓഹരി ഉണ്ടായിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ അവർക്ക് ഒരു വേതനം, ആ ജോലി ഏറ്റെടുക്കുന്നതിൽ ഒരു വേതനം ബൈത്തുൽ മാലിൽ നിന്നും നൽകപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ചിലത് അവസാനം പറയാം. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കുറി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അതിനുവേണ്ടി നിയോഗിച്ചത് എന്ന് കാണാൻ സാധിക്കും. അല സദഖ എന്നാണ് പറഞ്ഞത്. ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിർബന്ധ സക്കാത്ത് തന്നെയാണ്. ചില പണ്ഡിതന്മാർ അത് അല്ല, സ്വതക്കയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരാൾ തതവ്വുആയി സ്വയം ഇഷ്ടപ്രകാരം നൽകുന്ന ദാനത്തിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം
സഹാബികളിൽ തന്നെ ചിലർ നൽകാൻ വിസമ്മതിച്ചത് നിർബന്ധ സക്കാത്താണ് എങ്കിൽ അവർ വിസമ്മതിക്കുകയില്ലല്ലോ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അഭിപ്രായം ശരിയല്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സദഖ എന്നാൽ ഇസ്ലാം വെച്ച് ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് സക്കാത്ത് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഓരോരുത്തരും വിസമ്മതിച്ചതിന്റെ കാരണവും ഹദീസിൽ വ്യക്തമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഫഖീല, പറയപ്പെട്ടു. ആരാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉമർ ബിൻ ഖത്താബ് പറയപ്പെട്ടിട്ടുണ്ട്, മനഅ ഇബ്നു ജമീൽ വഖാലിദ് ഇബ്നുൽ വലീദ് വൽ അബ്ബാസ് അമ്മു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ആളുകൾ സക്കാത്ത് നൽകിയിട്ടില്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. 1 ഇബ്നു ജമീലാണ്, 2 ഖാലിദ് ഇബ്നുൽ വലീദാണ്, 3 അൽ അബ്ബാസ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനാണ്. ആരാണ് ഈ ഓരോ ആളുകളും? ഇബ്നു ജമീൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കുനിയത്തിലൂടെ മാത്രം അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നും അതല്ല ഹമീദ് എന്നാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷെ അദ്ദേഹം ഇബ്നു ജമീൽ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അദ്ദേഹം മുനാഫിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളെ കുറിച്ച് ഇന്ന ആളുകൾ മുനാഫിക്കുകളാണ് എന്ന് ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സാഹിബ് സിർ, രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സഹാബിയാണ്. ജീവിതകാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വ്യക്തികളെയും ഇയാളൊക്കെ മുനാഫിക്കാണ് എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇബ്നു ജമീൽ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങി വന്നതാണെന്നും. അങ്ങനെയുള്ള മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് ഇന്ന മിൻ അസ്ഹാബി ഇസ്നി അശ്റ മുനാഫിഖൻ, എന്റെ കൂടെ നടക്കുന്ന സഹചാരികളുടെ കൂട്ടത്തിൽ, സഹാബികളുടെ കൂട്ടത്തിൽ, അവർ സഹാബികളല്ല, 12 മുനാഫിക്കുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിന് അവരെ അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അക്കൂട്ടരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി നിസ്കരിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെ. അവിടുന്ന് ആദ്യത്തിൽ അങ്ങനെ നിസ്കരിച്ചു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, മുനാഫിക്കുകൾ മരണപ്പെട്ടാൽ നിസ്കരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് നിസ്കരിച്ചില്ല. അതുപോലെ തന്നെ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മുനാഫിക്കാണെന്ന് വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾക്ക് വേണ്ടി നിസ്കരിക്കാറില്ലായിരുന്നു. കാരണം മുനാഫിക്കുകൾ കുഫാറുകളാണ്, അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ പാടില്ല. അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ അനുധാവനം ചെയ്തുകൊണ്ട് സഹാബികളിൽപ്പെട്ട കിബാറുകളായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരും ഹുദൈഫ റളിയല്ലാഹു അൻഹു ആരുടെ നിസ്കാരമാണോ അതിൽ നിന്ന് പിന്നി നിൽക്കുന്നത് അവിടെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളും അവർ നിസ്കരിക്കാറില്ലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ അതിൽ അറിയപ്പെട്ട കാര്യമാണ് ഇത്തരം മുനാഫിക്കുകളായ, ബാക്കി എല്ലാ സ്വഹാബികൾക്ക് ഇവരെ കുറിച്ച് അറിയില്ല, ഇങ്ങനെ മുനാഫിക്കുകളായ ആളുകളിൽ നിന്ന്, സംശയമുള്ള ഇത്തരക്കാരിൽ നിന്ന്, അവരിൽ നിന്നും ഒരു ഹദീസും സഹാബികൾ റിവായത്ത് ചെയ്തിട്ടില്ല. അവരിൽ നിന്നും ഒരു ഫത്വയും എന്ത് ചെയ്തിട്ടില്ല, റിവായത്ത് ചെയ്തിട്ടില്ല. അത്തരം സംശയമുള്ള ആളുകളിൽ നിന്നും ഒരു ഇൽമും സ്വീകരിച്ചത് കാണുന്നില്ല. ഇബ്നു ജമീലിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അദ്ദേഹം സഹാബി തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ അദ്ദേഹത്തിൽ നിന്നും സക്കാത്ത് സ്വീകരിക്കാത്തതാണ്, അദ്ദേഹം പിന്നീട് തൗബ ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സക്കാത്തുമായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാതായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ട്. അവരാരും അത് സ്വീകരിച്ചില്ല. സക്കാത്ത് നൽകാത്തതിന്റെ ശിക്ഷയായിക്കൊണ്ട് അത് സ്വീകരിച്ചില്ല എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷയം, അദ്ദേഹം സഹാബത്തിൽപ്പെട്ടവനാണോ അതല്ല മുനാഫിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണോ എന്നുള്ളത് അല്ലാഹു ആലം, നമുക്ക് വ്യക്തമായി അറിയാത്തൊരു വിഷയമാണ്. അതാണ് ഇബ്നു ജമീൽ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്. പിന്നീട് പറഞ്ഞത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടാണ്. ഖാലിദ് ബിൻ വലീദ് നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു സ്വഹാബിയാണ്. ധീരത കൊണ്ട് അറിയപ്പെട്ട, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മഹാനായ സ്വഹാബിയാണ്. എന്നാൽ നമുക്കറിയാം ഹുദൈബിയ വരെയും കുഫാറുകളോടൊപ്പമായിരുന്നു ആര്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഉഹുദ് യുദ്ധത്തിൽ പോലും കുഫാറുകളുടെ കൂടെയായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹിജ്റ 7 അല്ലെങ്കിൽ 8
ഇസ്ലാം സ്വീകരിച്ച ആളാണ്. പിന്നീട് പ്രസിദ്ധമായ മുഅ്ത യുദ്ധത്തിൽ പട നയിച്ചിട്ടുണ്ട്. മക്കം ഫത്തഹിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. തായിഫിൽ ഉണ്ടായിരുന്ന യുദ്ധത്തിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. മുർത്തദ്ദായി പോയ ആളുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഫാരിസിനെതിരെയും റോമിനെതിരെയും ഒക്കെ, പേർഷ്യക്കെതിരെയും റോമിനെതിരെയും ഒക്കെ പടപൊരുതാൻ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ദമസ്കസ് ഫത്ഹാക്കിയത്, സിറിയ ഫത്ഹാക്കിയത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഖാലിദുൻ സൈഫുൻ മിൻ സുയൂഫില്ലാഹ്, ഖാലിദ് അല്ലാഹുവിന്റെ വാളുകളിൽപ്പെട്ട ഒരു വാളാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹം ഹിജ്റ 21 മദീനയിൽ വെച്ച്, ചില അഭിപ്രായ പ്രകാരം ഹിംസിൽ വെച്ചാണ്, സിറിയയിലെ ഹിംസിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് കാണാൻ സാധിക്കും. എന്നാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഖാലിദ് ഫഇന്നകും തദ്ലിമൂന ഖാലിദൻ, നിങ്ങൾ ഖാലിദിന്റെ വിഷയത്തിൽ അക്രമമാണ് പറയുന്നത്. കാരണം അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം ധരിക്കുന്ന പടച്ചട്ട, അതുപോലെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന യുദ്ധക്കോപ്പുകളൊക്കെ അദ്ദേഹം വഖഫ് ചെയ്ത ആളാണ് എന്നാണ്. ഇഹ്തബസ എന്ന് പറയുന്നതിൽ അങ്ങനെ അഭിപ്രായമുണ്ട്. അദ്ദേഹം അത് വഖഫ് ചെയ്തിരിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ വെച്ചതാണ്. അപ്പൊ വഖഫ് ചെയ്ത സ്വത്തുക്കൾക്ക് എന്തില്ല? സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മസ്അലയാണ്. ഒരാള് അയാളുടെ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു വഖഫ് ചെയ്തു, അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിന് സക്കാത്തില്ല. അതുകൊണ്ടാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അതിന് സക്കാത്ത് കൊടുക്കാതിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് വിസമ്മതിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വഖഫ് ചെയ്യപ്പെട്ട ഇത്തരം വസ്തുക്കൾക്ക് എന്തില്ല? സക്കാത്ത് നൽകേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇബ്നു ജമീലിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പോയിന്റ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യൻഖിമു ഇബ്നു ജമീൽ ഇല്ലാ അൻ കാന ഫഖീറൻ ഫഅഗ്നാഹു അല്ലാഹ്. എന്താണ് ഇബ്നു ജമീൽ? അയാൾ ദരിദ്രനായിരുന്നല്ലോ, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ധന്യതൊക്കെ നൽകി, എന്നിട്ട് സക്കാത്ത് നൽകുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ ഓരോരുത്തർക്കും പാടുണ്ട്. നമ്മുടെ അവസ്ഥ മാറുന്ന സമയത്ത് പലർക്കും ഉള്ളൊരു അവസ്ഥയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മറന്നുപോകും. അതുവരെ പ്രയാസപ്പെട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന ആളുകളായിരിക്കും. അള്ളാഹു അവനെ പെട്ടെന്ന് ധനികനാക്കി മാറ്റി, അയാൾക്ക് ധന്യത വന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുപോകുന്ന ആളുകൾ ഉണ്ടാകും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫ്, അള്ളാഹു നിങ്ങൾ വളരെ ദുർബലനായിട്ടാണ് പടച്ചത്. സുമ്മ ജഅല മിൻ ബഅദി ദഅഫിൻ ഖുവ്വ, പിന്നീട് ആ ദഅഫിന് ശേഷം, ദുർബലതയ്ക്ക് ശേഷം അള്ളാഹു നിങ്ങൾക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദഅഫൻ വശൈബ, ആ കഴിവ് നൽകിയതിനു ശേഷം പിന്നീട് നിങ്ങൾ വാർദ്ധക്യത്തിൽ എത്തുകയും നിങ്ങൾക്ക് ദുർബലത അനുഭവപ്പെടുകയും ചെയ്യും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആ അനുഗ്രഹങ്ങളും ആഫിയത്താകട്ടെ സമ്പത്താകട്ടെ അത് നമ്മൾ മുതലെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ മറക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ വ്യക്തിയെ അത് നൽകാത്തതിന്റെ പേരിൽ വിമർശിക്കുകയാണ്. ഇനി എന്താണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ പറഞ്ഞത്? അബുൽ ഫضൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരന്മാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് 2 വർഷം മുമ്പ് ജനിച്ച വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അദ്ദേഹത്തെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം വലിയ ആദരിക്കുമായിരുന്നു. ഹാദാ ബഖിയത്തു ആബായി, എന്റെ പിതാക്കന്മാരിൽ ബാക്കിയായിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ബഹുമാനിക്കുമായിരുന്നു. ജാഹിലിയത്തിലും അതിനുശേഷവും ഒക്കെ മക്കയിൽ ഹാജിമാർക്ക് സംസം കൊടുക്കാനൊക്കെയുള്ള വലിയ താല്പര്യം അദ്ദേഹം കാണിച്ചത് കാണാൻ സാധിക്കും. അദ്ദേഹം വളരെ വൈകിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഈ ഹദീസിൽ വന്നിരിക്കുന്നത് അദ്ദേഹം സക്കാത്ത് കൊടുത്തിട്ടില്ല, സമ്മതിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് അതുമായി ബന്ധപ്പെട്ട വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആക്ഷേപിക്കാതെ ഫഹിയ അലയ്യ വമിസ്ലുഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫഹിയ അലയ്യ വമിസ്ലുഹ, അത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി സക്കാത്ത് നൽകുമ്പോൾ വമിസ്ലുഹ, അതുപോലത്തെ ഇരട്ടി ഞാൻ നൽകും. എത്രയാണോ നൽകാനുള്ളത് ഇരട്ടി നൽകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ അത് എന്താണ് ആ പറഞ്ഞത് എന്നുള്ളത് പല അഭിപ്രായങ്ങളുണ്ട്. പണ്ഡിതന്മാരിൽ പറഞ്ഞു അത് അദ്ദേഹം തഅജീലു സക്കാത്ത് നേരത്തെ നൽകിയതാണ്. സക്കാത്തിന്റെ മസ്അലയിൽപ്പെട്ട കാര്യമാണ്. സക്കാത്ത് ഒരാൾക്കത് നേരത്തെ നൽകാൻ സാധിക്കും. ഒരാൾക്ക് സക്കാത്ത് നേരത്തെ നൽകാം, 1 or 2 വർഷം വരെ. ഏറ്റവും കൂടിയത് റിവായത്ത് ചെയ്യപ്പെട്ടത് 2 വർഷത്തേക്കുള്ളതാണ്. 2 വർഷത്തേക്ക് വരെ ഒരാൾക്ക് സക്കാത്ത് നേരത്തെ നൽകാവുന്നതാണ്, അതിൽ കൂടുതൽ പാടില്ല. അപ്പൊ അങ്ങനെ 2 വർഷത്തേക്ക് സക്കാത്ത് നൽകുന്ന സമയത്ത് അവിടെ ചില മസ്അലകളുണ്ട്. ഒന്ന്, ഒരാൾ 1 വർഷത്തേക്ക് അയാൾക്ക് ഉദാഹരണത്തിന് ഒരു 10,000 രൂപയാണ് സക്കാത്ത് കൊടുക്കാനുള്ളത് എന്ന് വിചാരിക്കുക. അയാൾ 2 വർഷത്തേക്ക് കൂടി 20,000 രൂപ സക്കാത്ത് കൊടുത്തു.
പിന്നീട് രണ്ടാമത്തെ വർഷം കണക്ക് കൂട്ടുമ്പോൾ അയാൾക്ക് പതിവിലും കൂടുതൽ വരുമാനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് കണക്ക് കൂട്ടി മിച്ചമുള്ളത് ബാക്കി സക്കാത്ത് കൊടുക്കണം. ഇനി ഒരാൾക്ക് അതേ തുക തന്നെയാണ് രണ്ടാം വർഷവും ഉള്ളത് എങ്കിൽ അയാൾ സക്കാത്ത് കൊടുത്തത് കറക്റ്റാണ്. ഇനി കുറഞ്ഞു പോയാൽ അയാൾക്ക് ബാക്കിയുള്ളത് അടുത്ത വർഷത്തേക്ക് മാറ്റാനൊന്നും സാധിക്കുകയില്ല. സക്കാത്തായി കൊടുത്തത് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പൊ തഅജീലു സക്കാത്ത് അത് നേരത്തെ കൊടുക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. ഇവിടെ അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം ഏൽപ്പിച്ചതായിരിക്കും. കാരണം ചില റിവായത്ത് അതിന്റെ സനദിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ റിവായത്തിൽ കാണാം അമ്മൽ അബ്ബാസ് ഫഇൻഹു ഖദ് ബദല സദഖതഹു, അബ്ബാസ് അദ്ദേഹത്തിന്റെ സദഖ നൽകിയിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തത്. കാരണം ഏറ്റെടുക്കാൻ കാരണം അദ്ദേഹം അതിന്റെ കാരണമായിട്ട് അവസാനം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ ഉമർ അമാ ശഅർത അൻ അമ്മ റജുലി സിനു അബി, ഒരു ഉപ്പയുടെ എന്റെ ഉപ്പയുടെ സഹോദരൻ എന്റെ ഉപ്പയെ പോലെ തന്നെയാണ്. സിനു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പോൾ മരങ്ങളിലൊക്കെ സിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വേരിൽ രണ്ടായി, അങ്ങനെ ചില ഈത്തപ്പഴ മരങ്ങളൊക്കെ കാണാൻ സാധിക്കും. നഖ്ല ഒരൊറ്റ വേരിൽ ഇത് രണ്ടായിട്ട് മാറുക, അതിനാണ് സിനു എന്ന് പറയുന്നത്. അതായത് ഇരട്ട പോലെ. അപ്പൊ അതേപോലെയാണ് ഉപ്പയുടെ സഹോദരന് അതേ മൻസിലത്താണ്. ഉമ്മയുടെ സഹോദരിക്ക് ഉമ്മയുടെ സ്ഥാനമുള്ളതുപോലെ ഉപ്പയുടെ സഹോദരന് ഉപ്പയുടെ സ്ഥാനമാണ്, നിനക്കറിയില്ലേ? അതായത് അത് ഞാൻ ഏറ്റെടുക്കും, എന്റെ ബാധ്യതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അങ്ങനെ അത് നൽകുകയുമാണ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. 2 വർഷത്തേക്കുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും നേരത്തെ ഉള്ളതും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹദീസിലുള്ള ചില കർമ്മശാസ്ത്രപരമായ നിയമങ്ങളാണ്. ഒന്ന്, എപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്നത് എന്നുള്ളതാണ്. സക്കാത്ത് എപ്പോഴാണ് നിർബന്ധമാകുക? മത്താ തജിബു സക്കാത്ത് നിർബന്ധമാകുന്നത് സഹോദരങ്ങളെ, ഒരാൾക്ക് നിസാബ് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഹൗല് തികഞ്ഞാലാണ്. നിസാബിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയുടെയും സ്വർണത്തിന്റെയും കറൻസിയുടെയും ഒക്കെ നിസാബിന്റെ കാര്യം എത്ര രൂപയാണ് എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊരാളിൽ എത്തി ഒരു ഹൗൽ, ഒരു ഇസ്ലാമിക കലണ്ടർ പ്രകാരമുള്ള ഒരു ചന്ദ്രവർഷം പൂർത്തിയായാൽ ഉടനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ചില പണ്ഡിതന്മാർ അതിൽ വളരെയധികം കണിശത പറഞ്ഞത് കാണാൻ സാധിക്കും. അബൂ ജഅഫർ അത്ത്-തഹാവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, ഒരാൾക്ക് രാവിലെയാണ് അയാളുടെ ഹൗല് പൂർത്തിയായത് എങ്കിൽ, ഇന്ന് രാവിലെ ഒരാൾക്ക് ഇന്ന് ഡേറ്റ് കൃത്യമായി ഓർക്കുക, ഇന്ന് രാവിലെയാണ് എനിക്ക് നിസാബ് എത്തിയത്, അടുത്ത വർഷം ഇതേ രാവിലെ പണമായാൽ വൈകിട്ട് വൈകിപ്പിക്കാൻ പാടില്ല, അപ്പൊ തന്നെ കൊടുത്തിരിക്കണം. അങ്ങനെയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. മദ്ഹബുകളിലൊക്കെ നമുക്ക് അഭിപ്രായം കാണാൻ സാധിക്കുന്നത് അതേ ദിവസം കൊടുത്താൽ മതി. ഏത് ദിവസമാണോ രാവും പകലുള്ള 24 hours അതിന്റെ ഉള്ളിൽ അയാൾക്ക് കൊടുത്താൽ മതി. എന്ത് തന്നെയായാലും അനാവശ്യമായി സക്കാത്ത് വൈകിപ്പിക്കാനേ പാടില്ല, പിന്തിപ്പിക്കാൻ പാടില്ല. എപ്പോഴാണ് കൊടുക്കേണ്ടത് ആ സമയത്ത് സഹോദരങ്ങളെ കൊടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖാലതത്തിസ് സകാത്തു മാലൻ ഖത്തു ഇല്ലാ അഫ്സദത്ഹു. സകാത്ത് ഒരു സമ്പത്തുമായി കൂടിക്കലർന്നാൽ ആ സമ്പത്തിനെ അത് ഫസാദാക്കി കളയും. സക്കാത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ബാക്കിയുള്ള സമ്പത്തുമായി കൂടിക്കലർന്നാൽ മൊത്തം സമ്പത്ത് ഫസാദായി പോകും. സക്കാത്തിൻ്റെത് വേഗം കൊടുത്താൽ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള ബാക്കി സമ്പത്ത് ശുദ്ധിയാകുക. സക്കാത്തിന്റെ ഒരു അർത്ഥം തന്നെ അതാണ്, തത്ഹീറാണ്, ശുദ്ധീകരണമാണ്. അതുപോലെ അത് വളർച്ചയും ഉണ്ടാക്കും. നമാ എന്നുള്ള അർത്ഥവും സക്കാത്ത് എന്നുള്ള വാക്കിനുണ്ട്. അതൊരേപോലെ നമ്മുടെ സമ്പത്തിന് ശുദ്ധീകരണം ഉണ്ടാക്കും, നമ്മുടെ കൽബിന് ശുദ്ധീകരണം ഉണ്ടാക്കും, അതുപോലെ നമ്മുടെ സമ്പത്തിന് വളർച്ച ഉണ്ടാക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് സക്കാത്ത് അത് കൊടുക്കേണ്ടതുണ്ട്. സക്കാത്ത് ആയിക്കഴിഞ്ഞാൽ അലംഭാവം കാണിച്ചുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. മറിച്ച് സക്കാത്ത് എത്രയും പെട്ടെന്ന് അതിന്റെ സമയമായ ഉടനെ തന്നെ നമ്മൾ അതിന്റെ അർഹരെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതിന് മുമ്പേ തന്നെ, സമയമാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കണക്കൊക്കെ കൂട്ടണം. അല്ലെ, എപ്പോഴാണോ സമയമാകുക എന്ന് മനസ്സിലാക്കി, ഇപ്പൊ കച്ചവടത്തിന്റെ ഒക്കെ സക്കാത്ത് ആണെങ്കിൽ അതിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ നേരത്തെ തയ്യാറാക്കണം, അവനറിയാമല്ലോ. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്ന നിസ്കാരത്തോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ പറഞ്ഞ നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത കാര്യമാണ് സക്കാത്ത്. അത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ കാര്യമൊക്കെ അതിന് ഉത്സാഹം കാണണം. അള്ളാഹു ആണ് നൽകിയിട്ടുള്ള സമ്പത്ത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന കൽപ്പനകൾ അവൻ അനുസരിക്കേണ്ടതുണ്ട്. അവന് തോന്നിയതുപോലെ അവന്റെ ഒരു ഔദാര്യത്തിന് കൊടുക്കുകയല്ല. അവനൊക്കെ സൗകര്യമൊക്കെ ഉണ്ടായ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് അവന്റെ എല്ലാ വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഒഴിഞ്ഞു നോക്കി അത്ര ഉണ്ട് കൊടുക്കുക. ഇവനെന്തോ ഒരു അള്ളാഹുവിനോട് ഔദാര്യം ചെയ്യുന്നതല്ല അത്. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നിർബന്ധമായി നൽകേണ്ട നിന്റെ സമ്പത്തിന്റെ ഹക്കാണത്. നിനക്കതിൽ യാതൊരു അർഹതയുമില്ല.
നിനക്കതിൽ അർഹതയില്ല എന്ന് മാത്രമല്ല, ഈ ഹദീസിൽ പറഞ്ഞതുപോലെ നിന്റെ മറ്റു സമ്പത്തുമായി കൂടി കലർന്നാൽ അതിനെ അത് ഫസാദാക്കി കളയുമെന്നാണ്. അതുകൊണ്ട് ഒരു നിമിഷം വൈകിപ്പിക്കാത്ത രൂപത്തിൽ വേഗത്തിൽ കൊടുക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ചില സമ്പത്തുകൾക്ക് അതിന് ഹൗലെത്തേണ്ടതില്ല. അതിൽപ്പെട്ടതാണ് നമ്മൾ കൃഷിയൊക്കെ. ഇപ്പൊ കൃഷി എപ്പോഴാണോ കൊയ്തെടുക്കുന്നത് അപ്പോഴാണ് സക്കാത്ത് കൊടുക്കുക. അതിന്റെ ഹക്ക് കൊടുക്കേണ്ടത് അത് കൊയ്തെടുക്കുന്ന ദിവസമാണ് എന്ന് കാണാൻ സാധിക്കും. കൊയ്തെടുത്തിട്ട് പിന്നീട് ഒരു വർഷം അതിന് കാത്തു നിൽക്കേണ്ടതില്ല. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ മഅദിൻ നിധികളൊക്കെ അത് കിട്ടിയാലൊക്കെ അത് ഉടനെയാണ് അതിന്റെ സക്കാത്ത് കൊടുക്കുക, ഉടനെയാണ് കൊടുക്കുക. അതൊരു വർഷം കാത്തു നിൽക്കുകയില്ല. അതുപോലെ നമ്മുടെ ബഹീമത്തുൽ അൻആം ആടുമാടൊട്ടകങ്ങളൊക്കെ അത് അതിന്റെ ഹൗലിനിടയിൽ പ്രസവിച്ചിട്ട് എണ്ണം കൂടിയാൽ ആ എണ്ണവും പരിഗണിക്കും. അതിന് പിന്നീട് ഒരു വർഷം ആകേണ്ടതില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റുകൾ അതിനൊരു വർഷം ആകേണ്ടതില്ല. നമ്മൾ മുതലിന് കച്ചവട വസ്തുക്കൾക്ക് പ്രോഫിറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന് ഓരോ പ്രോഫിറ്റ് ഉണ്ടായതിനു ശേഷവും നമുക്കൊരു വർഷം ആകേണ്ടതില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. റിബഹുകൾ ലാഭങ്ങൾ അത് മുതലിനോടൊപ്പം തന്നെയാണ് പരിഗണിക്കുക. ഇതിനൊന്നും ഹൗല് വേണ്ടതില്ല. അതല്ലാത്തതിന് ഹൗല് പരിഗണിച്ചിട്ട് കൃത്യമായി സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഇസ്ലാമിക ഭരണാധികാരി ഉണ്ട് എങ്കിൽ ആ സാഇ ഇതിനെ കലക്ട് ചെയ്യുന്ന ആളുകൾ വരും, അപ്പോഴാണ് അത് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ വ്യക്തി വരാൻ 1-2 ദിവസം വൈകി, അല്ല 1-2 ആഴ്ചകൾ വൈകിയാലും ഇയാളെ കാത്തു നിൽക്കണമെന്നാണ്. നമ്മൾ സക്കാത്തിന്റെ പണം അത് വേറെ മാറ്റി വെക്കുക, എന്നിട്ട് ഇയാൾക്ക് തന്നെ കൊടുക്കണം. കാരണം ഇസ്ലാമിക ഭരണാധികാരി ഉണ്ടെങ്കിൽ ഭരണാധികാരി അനുസരിക്കൽ കൂടിയാണത്. അപ്പൊ അയാൾ ആരെയാണോ ഏൽപ്പിച്ചത് അയാൾക്ക് തന്നെ അത് കൊടുക്കണം. നമ്മൾ സ്വന്തമായി കൊടുക്കലല്ല, ഭരണാധികാരിയാണ് ഇത് കളക്ട് ചെയ്യുക. ഭരണാധികാരി അത് വിതരണം ചെയ്യും. ഇത് ഇസ്ലാമിക ഭരണാധികാരി ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ്. ചില ആളുകൾ ഈ കാര്യം നമ്മുടെ നാടുകളിലൊക്കെ പോലെയുള്ള ഇസ്ലാമിക ഭരണം ഇല്ലാത്തടത്ത് ഇതിനെ ഖിയാസ് ചെയ്തുകൊണ്ട് പറയും. അത് ശരിയല്ല. ഇവിടെ ഓരോരുത്തർക്കും കൊടുക്കാവുന്നതാണ്. ഇവിടെ ഏതെങ്കിലുമൊക്കെ സംഘടനകൾ അത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എങ്കിൽ അതവർ ഏറ്റെടുക്കൽ മാത്രമാണ്, ഒരു വക്കാലത്ത് മാത്രമാണ്. അവർ വിശ്വസ്തരാണ് എങ്കിൽ അവർ ഏൽപ്പിക്കാം. ആ സാമ്പത്തികമായി ക്രയവിക്രയങ്ങൾ ഭദ്രമായി ചെയ്യുമെങ്കിൽ ഒരാൾ ഏൽപ്പിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ അത് ഈ സാഇയുടെ ഇസ്ലാമിക ഭരണാധികാരികളുടെ കീഴിലുള്ള സക്കാത്ത് പിരിക്കാൻ വരുന്ന ആളുകളുടെ ഹുക്കും അവർക്കില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവർക്ക് സക്കാത്തിൽ നിന്ന് എടുക്കാൻ അർഹതയുമില്ല. ഏതെങ്കിലും സംഘടനയൊക്കെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി ആൾക്കാരെ അയച്ചു കഴിഞ്ഞാൽ ആ സംഘടനക്കോ അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്കോ അൽ ആമിലീന അലിഹ എന്ന് പറയുന്ന ഹുക്കുമിൽ വരികയില്ല. സക്കാത്തിന്റെ പണിക്കാർ, ജോലിക്കാർ എന്ന ഹുക്കും അവർക്ക് വരികയില്ല. മറിച്ച് അവർ വക്കാലത്ത് ആണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് നമ്മളൊരാളെ ഏൽപ്പിക്കുക. അവിടെ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ വക്കാലത്താണ് അവരേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ യാതൊരു കുറവും വരുത്താത്ത നിലയിൽ അയാളുടെ കയ്യിൽ നിന്നും ആ പണം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വീണ്ടും സക്കാത്ത് കൊടുക്കണം. കാരണം പാവപ്പെട്ടവന്റെ കയ്യിൽ എത്തിയിട്ടില്ല. പാവപ്പെട്ടവന്റെ വക്കാലത്തല്ല അവൻ, നമ്മളെ വക്കാലത്താണ്. അപ്പൊ അയാൾ യാതൊരു കുറവും വരുത്താത്ത രൂപത്തിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സക്കാത്തിന്റെ പണം നഷ്ടപ്പെട്ടു എങ്കിൽ നമ്മൾ പിന്നെയും സക്കാത്ത് കൊടുക്കണം. അത് കൃത്യമായി മനസ്സിലാക്കുക. അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും തട്ടിപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ സംഘടന പറ്റിച്ചു, അവർ സക്കാത്തിന്റെ പണം അവരുടെ ചാനൽ തുടങ്ങാൻ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ ചെയ്യുന്നത് പോലെ അവരുടെ സിനിമകളും സീരിയലും ഒക്കെ പ്രദർശിപ്പിക്കാനുള്ള മീഡിയ വണ്ണ് പോലെയുള്ള സംവിധാനങ്ങൾ തുടങ്ങിയപ്പോൾ കുറെ ആൾക്കാരുടെ സാധുക്കളുടെ സക്കാത്ത് കൊണ്ടുപോയി ഉപയോഗിച്ചു. കാരണം ദഅവത്തല്ലേ, ജിഹാദായിട്ടാണ് കാണുന്നത്, അള്ളാഹിന്റെ മാർഗത്തെ പോരാട്ടമായിട്ടാണ് കാണുന്നത്. അതിൽ കാണിക്കുന്ന സകല തോന്നിവാസ്യങ്ങൾ. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ സക്കാത്ത് അത് വീടിയിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള സക്കാത്ത് കൃത്യമായി 8 അവകാശികൾക്ക് കൊടുക്കാത്ത ആളുകളുടെ കയ്യിലൊന്ന് ഏൽപ്പിച്ചാല് അത് എന്താവില്ല, അത് ജായിസ് ആവുകയില്ല. കൃത്യമായിട്ട് സക്കാത്തിന്റെ അഹ്കാമുകൾ അറിയുന്ന ആളുകൾക്ക് തന്നെ കൊടുക്കണം. അതുപോലെ ഇത്തരം സംഘടനകൾക്ക് അത് പിന്നീട് തഖീർ ചെയ്യാൻ, അവരുടെ മസ്ലഹത്ത് നോക്കി പിന്നീട് കൊടുക്കാനുള്ള അവകാശങ്ങളില്ല. മറിച്ച് അവർക്ക് കിട്ടിയ ഉടനെ തന്നെ അവർ അത് സക്കാത്ത് കൊടുത്തേക്കണം. ചില ആളുകൾ അത് മറ്റുള്ളവരുടെ സക്കാത്തൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യും, അത് അവരുടെ പെട്ടിയിൽ അങ്ങ് സൂക്ഷിക്കും. എന്നിട്ട് എപ്പോഴെങ്കിലൊക്കെ അവരുടെ ആരെങ്കിലൊക്കെ ഉണ്ട് എങ്കിൽ, ആ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ പാവപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എടുത്തു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇവനെപ്പോഴും ആ സംഘടന തന്നെ ഉണ്ടാവുമല്ലോ, ഈ സക്കാത്തിന്റെ പണമാണ് കൊടുക്കുന്നത്. അങ്ങനെ അവരെ പരിപോഷിപ്പിക്കുന്ന അവസ്ഥ അല്ല. സക്കാത്തിനെ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളതൊരു ഉപകാരം ചെയ്യുകയാണ്. ഈ സക്കാത്തിന്റെ ആളുകൾക്ക് പാവപ്പെട്ടവരെ അറിയില്ല, സംഘടനക്ക് ചിലപ്പോൾ ഒരുപാട് പാവപ്പെട്ടവരൊക്കെ ആ ഏരിയയിലൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഉപകാരം ചെയ്യൽ മാത്രമേ അതിലുള്ളൂ. അതിന് സംഘടന വേറെ പണം ആർക്ക് കൊടുക്കണം,
അത് ഇതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് സംഘടനയുടെ ചെലവിൽ വേറെ എന്ത് കൊടുക്കണം, വരുമാനം കൊടുക്കണം. അല്ലാതെ സക്കാത്തിന്റെ പണത്തിന്ന് ആമിലീന അലേഹ എന്ന് പറഞ്ഞ 8 അവകാശികൾ ഒരാളായി ഉൾപ്പെടുത്തി ഈ പറയുന്ന പിരിക്കാൻ പോകുന്ന റെസീറ്റ് വാങ്ങുന്ന ആളുകളുടെ കയ്യിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ നടത്തുന്ന ആളുകൾക്കോ അത് ചെയ്യാൻ പാടില്ല. അത് മനസ്സിലാക്കുക. ശരി, ഇത് അതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇനി ഖാലിദ് റളിയല്ലാഹു അൻഹു വിഷയത്തിൽ പറഞ്ഞ ഒരു മസ്അല, അദ്ദേഹത്തിന്റെ അദ്റാഉം അഅതാദും അഥവാ പടച്ചട്ടയും യുദ്ധം കോപ്പുകളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്നുമുള്ളൊരു മസ്അലയാണ് അന്നഹു യജൂസു വഖ്ഫുൽ മൻഖൂൽ. ഒരു സ്ഥലത്ത് സ്ഥായിയായി നിൽക്കാത്ത, എടുത്തു മാറ്റാൻ പറ്റുന്ന, നീക്കാനൊക്കെ പറ്റുന്ന, അങ്ങനെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള വസ്തുക്കളും വഖഫായിട്ട് വെക്കാം. അപ്പൊ വഖഫായിട്ട് വെക്കണ പള്ളിയിൽ ഒരു വഖഫ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിർത്തുന്ന കാര്യങ്ങൾ മാത്രമല്ല, മൻകൂലായിട്ട് എടുത്തുപയോഗിക്കാൻ പറ്റുന്ന. ഇവിടെ പടച്ചട്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം വഖഫ് ചെയ്താൽ എന്താണ്, പിന്നീട് ആരൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു അവർക്കത് എടുക്കാം അല്ലെ. അദ്ദേഹത്തിന്റെ മരണശേഷവും ആരെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആ പടച്ചട്ട ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അവർക്ക് യുദ്ധം ചെയ്യാം. അപ്പൊ അതേപോലെ നമുക്ക് വഖഫായിട്ട് അങ്ങനെയെങ്കിലൊക്കെ ഉപയോഗിക്കാം. ഒരാൾ ആംബുലൻസ് വഖഫായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു മസ്ജിദിന് അങ്ങനെ എടുത്തു മാറ്റാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വഖഫായി കൊടുക്കുന്നു. അങ്ങനെ വഖഫായിട്ട് ഒരു കാര്യം മാറ്റി കഴിഞ്ഞാൽ പിന്നീട് അതിന് സക്കാത്തില്ല. ആ കാര്യം മനസ്സിലാക്കുക. പിന്നീട് തഅജീലു സക്കാത്തിന്റെ മസ്അല അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞതുപോലെ ഒരാൾക്ക് സക്കാത്ത് അത് നേരത്തെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഒരാൾക്ക് ഒരു പണം കൊടുത്തു കഴിഞ്ഞു, കുറച്ചധികം പണം കൊടുത്തു കഴിഞ്ഞു. കൊടുക്കുന്ന സമയത്ത് നമ്മളത് വെറും ഒരു ദാനമായിട്ട് സ്വതക്കയായിട്ട് നിയത്തിന് കൊടുത്തതാണ്, അല്ലെങ്കിൽ നമ്മൾ കടം കൊടുത്തതാണ്, പിന്നീട് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കടം കൊടുത്തതാണ്, അല്ലെങ്കിൽ ദാനം കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സക്കാത്ത് കൊടുക്കുക എന്നുള്ള നിയത്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് ആ നിയത്ത് വെക്കാൻ പറ്റില്ല. കാരണം സക്കാത്ത് അത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ആ പ്രവർത്തനത്തിന്റെ നിബന്ധനയാണ് നിയത്തുണ്ടാവുക, ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിയത്തുണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വർഷത്തെ സക്കാത്തും അയക്ക് കൊടുത്തു, കുറച്ച് പണം അധികം കൊടുത്തു, വെറുതെ ദാനമായിട്ട് കൊടുത്താണ്. പിന്നീട് അവൻ ചിന്തിക്കുകയാണ്, ഏതായാലും ഇപ്പം അത് അടുത്ത വർഷത്തെ സക്കാത്തും കൂടി ആക്കിയാലോ, കാരണം ഞാൻ 10,000 കൊടുക്കേണ്ട സ്ഥാനത്ത് 20,000 ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. 10,000 ആണ് എൻ്റെ ഒരു വർഷത്തെ സക്കാത്ത്. 20,000 കൊടുത്തിട്ടുണ്ട്, അത് അധികം വെറുതെ കൊടുത്താണ്, 10,000 നിയത്തുണ്ടായിട്ടുള്ളൂ. പക്ഷെ പിന്നീട് അയാൾ ചിന്തിച്ചു, ഇനിയിപ്പോൾ അടുത്ത വർഷം കൊടുക്കണ്ടല്ലോ, അത് സക്കാത്താക്കാം. അങ്ങനെ പിന്നീട് ചെയ്യാൻ പറ്റില്ല. നിയത്ത് വെക്കുന്നത് അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഹദീസുകളിൽ റിവായത്ത് ചെയ്യപ്പെട്ടത് ഏറ്റവും കൂടിയത് 2 വർഷത്തെ സക്കാത്ത് മാത്രമേ അഡ്വാൻസ് ആയിട്ട് തഅജീലായിട്ട് കൊടുക്കാൻ അനുവാദമുള്ളൂ. അതിൽ കൂടുതലായിട്ട് വന്നിട്ടില്ല. ഇവിടെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലും 2 വർഷത്തിലുള്ളതാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇനി സക്കാത്ത് വൈകിപ്പിക്കാൻ അനുവാദമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മസ്ലഹത്തുണ്ട് എങ്കിൽ സക്കാത്ത് വൈകിപ്പിക്കാവുന്നതാണ്. അതിൽപ്പെട്ട ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ സക്കാത്ത് പിരിക്കാൻ വരുന്ന വ്യക്തി വൈകുന്നുണ്ട് എങ്കിൽ അയാൾക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതൊരു മസ്ലഹത്തുണ്ട്, അങ്ങനെ വൈകിപ്പിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായി അറിയുന്ന, നമ്മൾ കൊടുക്കുന്ന ഒരു, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയാണ് എങ്കിൽ സ്ഥിരമായി ഒരാൾ റമളാൻ മാസത്തിൽ നമ്മുടെ നാട്ടിൽ വരും. എന്റെ സക്കാത്ത് ആണെങ്കിൽ അത് ശഅബാനിലാണ്, അല്ലെങ്കിൽ ദുൽഖഅദയിൽ, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള മാസമാണ്, റജബിലാണ് എന്ന് വിചാരിക്കുക. പക്ഷെ ഈ വ്യക്തി വളരെ ആവശ്യപ്പെട്ട ഒരാളാണ്, ചിലപ്പോൾ നമ്മൾ കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കും, പക്ഷെ ദൂര സ്ഥലത്ത് താമസിക്കായിരിക്കും, അയാൾ റമളാനിലാണ് എത്തുക. അപ്പൊ അയാൾ നമ്മളെ സക്കാത്ത് പ്രതീക്ഷിച്ച് വരും എങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഒരു മസ്ലഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് 1-2 മാസം സക്കാത്ത് വൈകിപ്പിക്കാവുന്നതാണ്. അതുപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങൾക്ക് പൊതുവായി ഇപ്പോൾ ഒരു ശൈത്യകാലം മുന്നിൽ വരാനുണ്ട്, അവിടെ ഭയങ്കര വരൾച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ സക്കാത്ത് നീക്കി വെച്ചാൽ അവിടെയുള്ള ദരിദ്രർക്ക് ഒരുപാട് ഉപകാരമുണ്ടാകുന്ന ഒരു വലിയൊരു മസ്ലഹത്തുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് കൊടുത്താൽ ആ സമയത്ത് പാവപ്പെട്ടവരുടെ കയ്യിൽ വേറെ പണം വരാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം മുൻകണ്ടിട്ട് നമ്മൾ ആ ഒരു സമയത്തേക്ക് സക്കാത്ത് നീട്ടിവെക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോ വ്യക്തിയും അയാളുടെ സക്കാത്ത് എത്രയാണ് എന്ന് കണക്കുകൂട്ടി അത് പ്രത്യേകം മാറ്റിവെക്കണം. അതിൽ നിന്നും പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല. മസ്ലഹത്തിന് നമ്മൾ മാറ്റിവെക്കുകയാണ്, ആ സക്കാത്തിൽ നിന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ കച്ചവടക്കാരാകുമ്പോൾ അത് തന്നെ അവന്റെ
ക്യാപിറ്റലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവൻ അതിൽ നിന്ന് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കരുത്, മറിച്ച് അത് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. അതുപോലെ അനന്തരം അതിനിടയിൽ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. സക്കാത്ത് കൊടുക്കേണ്ട അവകാശം മരണപ്പെട്ടാൽ ഈ സക്കാത്തിന്റെ പണം മാറ്റിവെച്ചിട്ട്, കടമൊക്കെ മാറ്റിവെച്ചിട്ട് മാത്രമേ അനന്തരം വീതിക്കാൻ പാടുള്ളൂ. അതിനുശേഷം മാത്രമേ അനന്തരം വീതിക്കാൻ പാടുള്ളൂ. അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. ഇതാണ് ഈ ഹദീസിൽ ഉള്ളത്. അടുത്ത ഹദീസ് عن عبد الله بن زيد بن عاصم رضي الله عنه قال عبد الله بن زيد بن عاصم رضي الله عنه പറയുകയാണ് لما أفاء الله على رسوله صلى الله عليه وسلم يوم حنين നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹുനൈനിന്റെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൈഅ് നൽകിയിട്ടുണ്ട്, യുദ്ധാർജിത സ്വത്തുക്കൾ നൽകിയിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. യുദ്ധാർജിത സ്വത്ത് ഹുനൈൻ യുദ്ധത്തിൽ ലഭിക്കുകയാണ്, മുസ്ലിമീങ്ങൾക്ക് സ്വത്ത് ലഭിക്കുകയാണ്, ഫൈഅ് ലഭിക്കുകയാണ്. ഫൈ എന്ന് പറയുന്നത് യുദ്ധം നടക്കാതെ തന്നെ ലഭിക്കുന്ന സ്വത്തിനാണ് ഫൈ എന്ന് പറയുക. യുദ്ധം നടന്നതിന് ശേഷം ലഭിക്കുന്നതിനാണ് പൊതുവെ ഗനീമത്ത് എന്ന് പറയുക. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു റിസ്കിന്റെ ഒരു രീതിയാണത്. ഹുനൈൻ യുദ്ധത്തിൽ അങ്ങനെ കിട്ടിയപ്പോൾ ഖസമ ഫിന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്കിടയിൽ അത് വീതിക്കുകയുണ്ടായി. ഫിൽ മുഅല്ലഫത്തി ഖുലൂബിഹിം, ഈ ഹദീസിന്റെ പ്രധാനപ്പെട്ട വിഷയം ആരാണ് അൽ മുഅല്ലഫത്തു ഖുലൂബുഹും, ഹൃദയം ഇണക്കപ്പെട്ടവർ, ഇസ്ലാം ദീനിനോട് ഹൃദയം ഇണക്കപ്പെട്ടവർ, അവർ സക്കാത്തിന്റെ ഒരു അവകാശികളാണ്. അപ്പൊ അവർക്ക് സക്കാത്തിൽ നിന്ന് നൽകിയതല്ല ഇവിടെ പറയുന്നത്, മറിച്ച് യുദ്ധത്തിന്റെ സ്വത്തിൽ നിന്ന് നൽകിയതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സക്കാത്തിന്റെ അഹ്കാം ഇവിടെ പറയുന്നില്ല. പക്ഷെ ആരാണ് അൽ മുഅല്ലഫത്തു ഖുലൂബുഹും, ആരാണ് അത് എന്നുള്ളത് വ്യക്തമാകും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസിൽ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഹൃദയങ്ങൾ ഇണക്കപ്പെട്ട മുഅല്ലഫത്തു ഖുലൂബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. വലം യുഅ്തിൽ അൻസാറ ശൈഅ, അൻസാരികൾക്ക്, മദീനക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഫകഅന്നഹും വജദൂ ഇദ് ലം യുസിബുഹും മാ അസാബൻ നാസ്, അവർക്കൊരു പ്രയാസമുണ്ടായതുപോലെ, ഒരു ദുഃഖമുണ്ടായി. വജദൂ എന്ന് പറഞ്ഞാൽ ഹസിനു, അവർക്ക് പ്രയാസമുണ്ടായി. അൻസാരികൾക്കൊന്നും കിട്ടിയിട്ടില്ല. അവർ പറഞ്ഞു ഇദ് ലം യുസിബുഹും മാ അസാബൻ നാസ്, ജനങ്ങൾക്ക് കിട്ടിയതൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. ഫഖതബഹും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചെറിയൊരു ഖുതുബ, ചെറിയൊരു പ്രസംഗം നടത്തുകയുണ്ടായി, ഉപദേശം നടത്തുകയുണ്ടായി. യാ മഅ്ശറൽ അൻസാർ, അല്ലയോ അൻസാരി സമൂഹമേ, അലം അജിദുക്കും ദുലാലൻ ഫഹദാകുമുല്ലാഹു ബി, നിങ്ങൾ നേരത്തെ വഴികേടിലായിരുന്ന ഒരു ജനവിഭാഗമായിരുന്നില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിലൂടെ നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലേ. വകുൻതും മുതഫർരിഖീന ഫഅല്ലഫകുമുല്ലാഹു ബി, നിങ്ങൾ നേരത്തെ ഭിന്നിച്ചു കഴിയുമായിരുന്നില്ലേ, ഇസ്ലാമിലൂടെ നിങ്ങളെല്ലാം എന്നിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഒന്നിപ്പിച്ചില്ലേ. വആലതൻ ഫഅഗ്നാകുമുല്ലാഹു ബി, ദരിദ്രരായിരുന്നില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിലൂടെ നിങ്ങൾക്ക് ധന്യത കൈവരിച്ചു നൽകിയില്ലേ എന്നെല്ലാം ചോദിച്ചു. കുല്ലമാ ഖാല ഷൈഅൻ, ഇതെല്ലാം ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഖാലു അല്ലാഹു വറസൂലുഹു അമൻ, അവർ പറഞ്ഞു അല്ലാഹും റസൂലും, അള്ളാഹുവാണ് അവന്റെ റസൂലാണ് ഞങ്ങളോട് ഏറ്റവും നല്ല മിന്നത്ത്, ഔദാര്യം കാണിച്ചത് അതാണ്. ഞങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ഔദാര്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വലിയ ഔദാര്യം ലഭിച്ചിട്ടുണ്ട് എന്നവർ ഏറ്റുപറയുകയുണ്ടായി. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ യംനഉകും അൻ തുജീബു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് അള്ളാഹുവിന്റെ റസൂല് നിങ്ങളോട് ഉത്തരം ചെയ്യാൻ പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് തടസ്സമായിട്ടുണ്ടായിരുന്നത് എന്താണ്? ഖാലു അല്ലാഹു റസൂലുഹു അമൻ, അവർ വീണ്ടും പറഞ്ഞു അള്ളാഹു അവന്റെ റസൂലും ചെയ്തു തന്നത് ഏറ്റവും വലിയ ഔദാര്യം തന്നെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗ ശിഅ്തും ലഖുൽതും ജിഅ്തനാ കദാ വകദാ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കുറിച്ച് ഞാൻ ഇന്നാൽ ഇന്ന രൂപത്തിലൊക്കെ മദീനത്ത് വന്നതല്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. ലൗലൽ ഹിജ്റതു ലകുൻതും റഅൻ മിനൽ അൻസാർ, ഹിജ്റ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അൻസാരികളിൽപ്പെട്ട ഒരാളായി മാറുമായിരുന്നു. വലൗ സലക്കന്നാസു വാദിയൻ വശഅബൻ ലസലക്തു വാദിയൽ അൻസാരി വശഅബഹാ, ജനങ്ങൾ അവർ താഴ്വരകളും കുന്നുകളുമൊക്കെ മുറിച്ചു കടക്കുമ്പോൾ ഞാൻ അൻസാരികളുടെ കൂടെയാണ് താഴ്വരകളും കുന്നുകളും മുറിച്ചു കടക്കുന്നത്. അൽ അൻസാറു ശിആറുൻ വന്നാസു ദിസാറുൻ, അൻസാർ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ്. ഷിആർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ശരീരത്തിൽ നമ്മൾ ഉള്ളിലിടുന്ന വസ്ത്രത്തിലാണ് ഷിആർ എന്ന് പറയുക. ദിസാർ എന്ന് പറയുന്നത് പുറത്ത് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻസാരികൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് എന്നാണ്.
ഇന്നകും സതൽഖൗന ബഅദി അസറ, എനിക്ക് ശേഷം ഇതേപോലെ പല പ്രയാസങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതെ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണേണ്ടി വന്നേക്കാം. ഫസ്ബിറു ഹത്താ തൽഖൗനി അലൽ ഹൗദ്, നിങ്ങൾ എന്നെ നാളെ ഹൗദുൽ കൗസറിൽ വെച്ച് കാണുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് അൻസാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകുകയാണ്. എന്തൊക്കെയാണ് സഹോദരങ്ങൾ ഈ ഹദീസിലുള്ളത്? ഒന്ന്, യുദ്ധാർജിത സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീതിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതിൽ സക്കാത്തിന്റെ വിഷയമല്ല, ഇതിൽ മുഅല്ലഫത്ത് ഖുലൂബ് ആരാണ് എന്ന് പറയാൻ വേണ്ടി അതുപോലെ മറ്റു ചില മസ്അലകളുമാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ചില ആളുകളുണ്ട്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇസ്ലാമിലേക്ക് പുതുതായി മക്ക ഫത്ഹിന്റെ ഒക്കെ സമയത്ത് കടന്നു വന്നതാണ്. അതിന് തൊട്ട് ശേഷമാണ് ഹുനൈൻ നടക്കുന്നത്, അല്ലെ? അവിടെയാണ് ആ പോകുന്ന വഴിയിൽ ചില ആളുകൾ നമുക്ക് ഈ മരത്തിൽ തൂക്കിയ ആയുധങ്ങളൊക്കെ മുശ്രിക്കുകൾ കെട്ടിത്തൂക്കിയത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ കെട്ടിത്തൂക്കി തന്നാൽ നന്നായിരിക്കുമെന്നൊക്കെ പറഞ്ഞത്. കാരണം ഇസ്ലാമിലേക്ക് പുതുതായി വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ചിലർക്ക്, അതായത് ഖുറൈശികളിലെ വലിയ കിബാറുകളായ പ്രധാനികളായ ആളുകളാണ് അബൂ സുഫിയാനെ പോലെയുള്ള ആളുകൾ റളിയല്ലാഹു അൻഹു. അപ്പോ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹുനൈനിൽ നിന്നും കിട്ടിയ 100ഓളം ഒട്ടകങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 40 ഊഖിയ ഫുദ്ദ വെള്ളി നൽകിയിട്ടുണ്ട്. ഊഖിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 5 ഊഖിയ എന്ന് പറയുന്നത് 595 ഗ്രാമാണ്. 40 എന്ന് പറയുമ്പോൾ 8 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 4760 ഗ്രാം വെള്ളി അത് കൊടുത്തു. 100 ഒട്ടകങ്ങൾ കൊടുത്തു. ഇതൊക്കെ എത്ര വലുത് കൊടുത്തു. അങ്ങനെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം അബൂ സുഫിയാൻ പറഞ്ഞു, അബ്നി യസീദ്, എന്റെ മോൻ യസീദ് ഉണ്ട്, യസീദ് ബിൻ അബി സുഫിയാൻ, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കൊടുത്തു. 100 ഒട്ടകവും ഈ പറഞ്ഞ അത്രയും വെള്ളിയും കൊടുത്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു, അബ്നി മുആവിയ, എന്റെ മകൻ മുആവിയ ഉണ്ട് റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അദ്ദേഹത്തിന് വേണ്ടിയും കൊടുത്തു. ഇത്രയും വലിയ സംഖ്യകൾ കൊടുക്കുകയാണ്. ബാക്കിയുള്ളത് അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളിൽ നിന്നും അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്കൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത്. അൻസാരികൾക്ക് കൊടുക്കുന്നില്ല. അൻസാരികളാണ് യുദ്ധത്തിന് വേണ്ടി ഏറെ പണിപ്പെട്ടതും പ്രയാസപ്പെട്ടതുമൊക്കെ അൻസാരികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പക്ഷെ ഒന്നും കൊടുക്കുന്നില്ല. വലിയ മസ്ലഹത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കണ്ടിരുന്നു. കാരണം ഇവർ ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകളാണ്. പത്തരത്തിലുള്ള പുതുതായി വന്ന മുശ്രിക്കുകളിൽ നിന്നും ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകൾക്ക് സക്കാത്തിന്റെ ഒരു ഓഹരി നല്ല രീതിയിൽ തന്നെ കൊടുക്കുക എന്നുള്ളത് അവർക്ക് ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കുന്നതാണ്. മുഅല്ലഫത്ത് ഖുലൂബിൽ 5 വിഭാഗത്തോളം ഉണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം അതാണ്. ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകൾക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടി സാമ്പത്തികമായി നല്ല സഹായം ചെയ്യുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈമാൻ അടിയുറച്ചിട്ടുള്ള വലിയ മഹാന്മാരായ അൻസാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ അതിൽ നിന്നൊന്നും കൊടുക്കാതിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ വിഭാഗം അതാണ് ഈ ഹദീസ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതായത് മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന പ്രധാനികളായ തലവന്മാരായ ആളുകൾ ഉണ്ടാവും. അവരെ ഉറച്ചു നിൽക്കുക എന്നുള്ളത്, അവർക്ക് ഒരുപാട് സമ്പത്ത് കിട്ടുക എന്നുള്ളത് പിന്നീട് മുശ്രിക്കുകളിലുള്ള ആളുകൾക്കും ഇസ്ലാമിലേക്ക് വരാനുള്ളൊരു പ്രോത്സാഹനം ഉണ്ടാവും. അവിടെ വന്നതിനാൽ അവർക്ക് നല്ല സാമ്പത്തികമായിട്ടൊക്കെ ലാഭമുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്തകൾ ഉണ്ടാകും. അത് പിന്നീട് അവർ ഇസ്ലാമിലേക്ക് കൂടുതൽ അടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഒന്നാമത്തെ വിഭാഗം അതാണ്. രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ, മുശ്രിക്കുകളിൽ നിന്നും ഇസ്ലാമിന് ഷർറ് ഉണ്ടാക്കുന്ന, വലിയ ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകൾ എപ്പോഴും മുശ്രിക്കുകളായി കഴിയുന്ന ആളുകൾ ഉണ്ടാകും. മുശ്രിക്കുകൾ തന്നെ ഇസ്ലാമിന് ഷർറുണ്ടാക്കുന്ന ആളുകളാണ് എങ്കിൽ അവരുടെ ഷർറുകളിൽ നിന്നും ഇസ്ലാമിന് സംരക്ഷണം ലഭിക്കാൻ അവർക്കും സക്കാത്തിന്റെ ഓഹരി കൊടുക്കാമെന്നാണ്. അവർക്കും സക്കാത്തിന്റെ ഓഹരി കൊടുക്കാം. അവർ മുഅല്ലഫത്ത് ഖുലൂബാണ്. അവർക്കും സക്കാത്തിന്റെ ഓഹരി കൊടുക്കും. ഒരു നാട്ടിൽ വലിയ ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഷർറ് കുറയും. എങ്കിൽ സക്കാത്തിന്റെ ഓഹരിയിൽ നിന്നും അവർക്കും കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തത്, വലിയ നേതാക്കന്മാരല്ല, മറിച്ച് സാധാരണക്കാരായ മുശ്രിക്കുകളിൽപ്പെട്ട ആളുകളാണ്. അവർ വിശ്വാസം സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് എങ്കിൽ അവർക്കും കൊടുക്കാവുന്നതാണ്. ഈ 3 വിഭാഗം ആളുകളുണ്ട്. ഇനി മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ നമ്മൾ ഇതേപോലെ മറ്റുള്ള മുശ്രിക്കുകളൊക്കെ ഈ വ്യക്തിയെ
മറ്റുള്ള മുശ്രിക്കുകളൊക്കെ ഈ വ്യക്തിയെ പിൻപറ്റുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഇസ്ലാം സ്വീകരണം കണ്ട് അയാൾക്ക് കൂടുതൽ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കണ്ട് വരികയാണ് എങ്കിൽ അവർക്കും അങ്ങനെ കൊടുക്കാവുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ മുഅല്ലഫത്ത് ഖുലൂബ് ആരാണ്, ഇസ്ലാമിനോട് ഇണക്കപ്പെട്ട ആളുകൾ ആരാണ് എന്നുള്ളത് ആണ് ഈ ഹദീസിൽ യഥാർത്ഥത്തിൽ വിശദീകരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇനിയും ഒരുപാട് ഫായിദകൾ ഈ ഹദീസിലുണ്ട്. വലം യുഅ്തിൽ അൻസാറ ശൈഅ, അൻസാരികൾക്ക് അഥവാ അൻസാരികളിലെ ഔസും ഖസ്റജുമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും നൽകിയിട്ടില്ല. ഫകഅന്നഹും വജദു, അവർക്ക് വലിയ പ്രയാസമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇദ്ലം യുസ്ബഹും അസാബന്നാസ്, ജനങ്ങൾക്ക് നൽകിയതൊന്നും കിട്ടിയതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. എത്രത്തോളം എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു അവർക്കൊക്കെ നൽകി, ശത്രുക്കളുടെ രക്തം ഞങ്ങളുടെ വാളിലൂടെയാണ് ഇതാ ഉതിർന്നു വീഴുന്നത്, അപ്പൊ അവരാണ് ശത്രുക്കളൊക്കെ പരാജയപ്പെടുത്തിയത് എന്ന രൂപത്തിൽ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. യാ മഅശറൽ അൻസാർ അലം അജിദുക്കും ദുല്ലാലൻ ഫഹദാകുമുല്ലാഹു ബി, നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് ഈ കിട്ടുന്ന സമ്പത്തിനേക്കാളൊക്കെ ഏറ്റവും വലിയ സമ്പത്തല്ലേ, ഏറ്റവും വലിയ കാര്യമല്ല ഹിദായത്ത് എന്ന് പറയുന്നത്. ആ ദലാലത്തിൽ ഉണ്ടായിരുന്ന നിങ്ങളെ അള്ളാഹു ഞാൻ കാരണത്താൽ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ഹിദായത്ത് നൽകിയിട്ടുണ്ട്. അവർ അത് ഏറ്റുപറഞ്ഞു. അള്ളാഹു റസൂലുഹു അമൻ, അള്ളാഹു അവന്റെ റസൂലും നമ്മോട് കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഔദാര്യമുള്ള കാര്യം, അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ് ലൗ ശിഅ്തും ലഖുൽതും ജിഅ്തനാ കദാ വകദാ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറയാമായിരുന്നു, ജിഅ്തനാ കദാ വകദാ, താങ്കളും ഇതേപോലെയൊക്കെ തന്നെ ആയിരുന്നില്ലേ. ചില റിവായത്തിൽ കാണാൻ സാധിക്കും ജിഅ്തനാ ളാലൻ ഔ തരീദൻ ഫആവൈനാക് വഫഖീറൻ ഫഅഗ്നൈനാക്, അള്ളാന്റെ റസൂലിനോട് നിങ്ങൾക്കും ഇങ്ങനെ പറയാമായിരുന്നില്ലേ, അതായത് താങ്കൾ ഇങ്ങനെ ആരാലും സ്വീകരിക്കപ്പെടാതെ ആട്ടിയോടിക്കപ്പെട്ടപ്പോൾ ഞങ്ങളല്ലേ സംരക്ഷണം നൽകിയത്, താങ്കൾ ഒരു ദരിദ്രനായിരുന്നില്ല, ഞങ്ങളല്ലേ ധന്യത നൽകിയത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നുണ്ട്. ഈ റാവി ജിഅ്തന കദാ വകദാ, ഇന്നാലിന്ന കാര്യങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വേറെ ചില റിവായത്തിൽ ആ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ വലിയൊരു ഫിഖ് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തിനോ മഹിമക്കോ എന്തെങ്കിലുമൊക്കെ കോട്ടം വരുന്നൊരു വാക്കുകൾ ഉണ്ട് എങ്കിൽ അത് നമ്മൾ എടുത്തു പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന താങ്കൾ അകറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾ അഭയം നൽകിയില്ലേ എന്നൊക്കെ പോലെയുള്ള വാക്കുകൾ ഉണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യം പോലും സഹാബത്ത് എന്ത് ചെയ്തിട്ടില്ല, അത് പറയാൻ നിന്നിട്ടില്ല. അത് ഹദീസിൽ നിന്നും അവർ ഇന്നാലിന്ന കാര്യം എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്തുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികളും അതുപോലെ തന്നെ മറ്റു പല ഗോത്രക്കാരും വളരെ മോശം കവിതകളൊക്കെ എഴുതി ആക്ഷേപിച്ചിട്ടുണ്ട്. സഹാബികളിൽ ഒരാളും ആ കവിതകൾ ഇന്നാലിന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശേഷക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവരത് ചുരുട്ടിക്കളയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വലിയ പാഠമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ഒക്കെ ആക്ഷേപിച്ചിട്ട് മോശം വാക്കുകൾ പറയുകയോ ആ രൂപത്തിൽ സംസാരങ്ങൾ സംസാരിക്കുകയോ ചെയ്താൽ, കാർട്ടൂണുകൾ വരച്ചാൽ, അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനപ്പേരിന് കുറവുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അതെടുത്തുദ്ധരിക്കുക എന്നുള്ളതിൽ പോലും നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. നമ്മൾ പറയാൻ പാടില്ല. ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ ആരുടെയെങ്കിലൊക്കെ ഫോട്ടോ വരച്ചിട്ട് ആരുടെയെങ്കിലൊക്കെ കോലം വരച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് തലയിൽ എഴുതി വെച്ചു അല്ലെങ്കിൽ താഴെ എഴുതി വെച്ചു പ്രചരിപ്പിച്ചാൽ ഇന്ന ആളുകൾ ഇങ്ങനെ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഷെയർ ചെയ്യാൻ പോലും പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിന് കോട്ടം വരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തോന്നിവാസികളായ ആളുകൾ, യുക്തിവാദികളായ ആളുകൾ, ഏറ്റവും വൃത്തികെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ മോശം പ്രയോഗങ്ങളും സംസാരങ്ങളൊക്കെ നടത്തും. അതൊരാളോട് പറയാൻ പോലും കൊള്ളില്ല. അതെടുത്ത് ഉദ്ധരിക്കുക എന്നുള്ളത് പോലും കൊള്ളില്ല. അതിലൊരു ഫായിദയുമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. യാതൊരു ഉപകാരവുമില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശം പറഞ്ഞിരിക്കുന്നു എന്ന് നിരുപാധികമായി പറയുക, വൃത്തികേടുകൾ പറഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിൽ പറയുക, അല്ലാതെ അവൻ പറഞ്ഞ വൃത്തികേടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തി പറയുന്ന ഒരവസ്ഥ സഹോദരങ്ങളെ, അത് കേവലം മറ്റൊരാൾ അറിയിക്കാൻ പോലും അത് പാടില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ അതിൽ വലിയ അലംഭാവം കാണിക്കും, എന്നിട്ട് അത് തിന്മകളൊക്കെ പറഞ്ഞതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രചരിപ്പിക്കും. അത് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയ വൽ ആഖിറ. മുഅ്മിനീങ്ങളുടെ തിന്മകൾ അത്
പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കഠിനമായ വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ആ ഇന്ന മഹബ്ബതഹും ലിഇശാഅത്തിൽ ഫാഹിഷ ബിൽ ഇഖ്ബാരി അൻഹാ, ആ ഫാഹിഷത്ത് അത് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരാൾ മറ്റൊരാളെ അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള തിന്മകൾ നടന്നാൽ പോലും, ഇന്നാള് വ്യഭിചരിച്ചു, ഇന്നാൾ മോഷ്ടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ വർണ്ണനകൾ, ഇതൊന്നും ഒരാൾ മറ്റൊരാളോട് ഇങ്ങനെ പറയാൻ കൊള്ളുന്ന കാര്യമല്ല. അങ്ങനെയുള്ള തിന്മകൾ അത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളെ ഓർമ്മപ്പെടുത്തുകയാണ്. അലാ തർളൗന അൻ യദ്ഹബ അന്നാസു ബിശ്ശാത്തി വൽ ബഈർ, ജനങ്ങൾ ആടുമാടൊട്ടകങ്ങളൊക്കെയായി പോകുന്നത് നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ലേ? വതദ്ഹബൂന ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റിഹാലിക്കും, നിങ്ങൾ തിരിച്ചു മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളോടൊപ്പം കൂട്ടിയിട്ട്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്കല്ല പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം നാടായ മക്ക അവിടെ അടുത്താണ്. ഈ ഹുനൈൻ എന്ന് പറയുന്നത് മക്കയിൽ നിന്നും വളരെ സമീപ പ്രദേശമാണ്, തായിഫുമായി അടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഈ മക്കക്കാർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വലിയ സമ്പത്തൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഞങ്ങളവിടെ കൊടുത്തിട്ട് നിങ്ങളോടൊപ്പം ഞാൻ വരുന്നത് നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, ലൗലൽ ഹിജ്റതു ലകുൻതും റഅൻ മിനൽ അൻസാർ, ഞാൻ ഹിജ്റ ചെയ്ത് വന്ന ആളല്ലെങ്കിൽ ഞാൻ അൻസാരികളിൽപ്പെട്ട ഒരാളാകുമായിരുന്നു. വലൗ സലക്കന്നാസു വാദിയൻ വശഅബൻ ലസലക്തു വാദിൽ അൻസാരി വശഅബിഹാ, ജനങ്ങളെല്ലാം വേറൊരു വഴിയിലും താഴ്വരയിലും മുറിച്ചു കിടക്കുന്ന സമയത്ത്, അതിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ അൻസാരികളോടൊപ്പമാണ് സഞ്ചരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഫിത്നകൾ വരുന്ന സമയത്ത് അൻസാരികളുടെ ഭാഗത്താണ് ശരി എന്നുള്ളതിന് ഇതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഉണ്ടായിരുന്ന സിഫീൻ യുദ്ധത്തിലും ജമൽ യുദ്ധത്തിലുമൊക്കെ അൻസാരികളെല്ലാം ഒറ്റക്കെട്ടായി ഒരു ഭാഗത്ത് നിന്നത് കാണാൻ സാധിക്കും. അവർ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളിലോ ഭിന്നതകളിലേക്കോ ശരിയല്ലാത്ത പക്ഷത്തേക്കോ ചാഞ്ഞത് കാണാൻ സാധിക്കില്ല. അൻസാരികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഫദ്ൽ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ള ഒരു കാര്യമാണ് ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ, അൻസാരികളെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൽപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കൊക്കെ വേണ്ടി പാപമോചനം ചോദിച്ചിട്ടുണ്ട് അള്ളാഹുവിനോട്. അല്ലാഹു ഫിർലിൽ അൻസാർ വ അബ്നാഇൽ അൻസാർ വ അബ്നാഇ അബ്നാഇൽ അൻസാർ, അല്ലാഹു അൻസാരികൾക്ക് നീ പുറത്തു കൊടുക്കണം, അവരുടെ മക്കൾക്ക് പുറത്തു കൊടുക്കണം, അവരുടെ മക്കളുടെ മക്കൾക്ക് പുറത്തു കൊടുക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നും അൻസാരികളിൽപ്പെട്ട ആളുകളെ പണ്ഡിതന്മാർ വളരെയധികം ആദരിക്കുമായിരുന്നു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മക്കളുടെ പരമ്പരകളിലേക്ക് പോലും ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു കൊടുക്കുന്നു, അൽ അൻസാറു ശിആറും വന്നാസു ദിസാ, അൻസാർ എനിക്ക് ഏറ്റവും അടുത്ത, എന്റെ ശരീരത്തിന്റെ ഏറ്റവും അടുത്ത വസ്ത്രം എത്രത്തോളം അടുത്താണോ അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് അൻസാരികൾ. ബാക്കിയുള്ള മുഴുവൻ ജനങ്ങളും മുകളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ പോലെയാണ് എന്നാണ് പറഞ്ഞത്. ഇന്നക്കും സതൽഖൗന ബഅദി അസറ, എനിക്ക് ശേഷവും നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന പലതും നിങ്ങൾ കണ്ടുമുട്ടും. ഫസ്ബിറു ഹത്താ തൽഖൗനി അനിൽ ഹൗൽ, നിങ്ങൾ ഹൗലിൽ നാളെ എന്നെ കണ്ടുമുട്ടുന്നത് വരെ ക്ഷമയോടെ നിങ്ങൾ നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതുകൂടി പറഞ്ഞ സമയത്ത് റിവായത്തുകളിൽ കാണാൻ സാധിക്കും, അൻസാരികൾ മുഖം പൊത്തി അവർ കരയാൻ തുടങ്ങി. അവർക്ക് സന്തോഷ കരച്ചിലുകൾ മനസ്സിലുണ്ടായി, അവരുടെ കണ്ണുകളിലുണ്ടായി. അങ്ങനെ അവർ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനോട് കൂടുതൽ തൃപ്തിപ്പെടുകയുണ്ടായി. കാരണം ഈ സമ്പത്തൊന്നും കാര്യമില്ല, വലിയ സ്ഥാനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പുറത്ത് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ഹിക്മത്താണ്. ഇസ്ലാമിലേക്ക് ആദ്യമായി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനികമായ വളർച്ചയ്ക്ക് വളരെ കുറവായിരിക്കും, ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ അവർക്ക് കൂടുതലായിരിക്കും. എന്നാൽ അൻസാരികൾ അങ്ങനെയല്ല. അൻസാരികൾക്ക് പണം കൊടുത്തിട്ടില്ലെങ്കിലും അവരുടെ ഈമാൻ അടിയുറച്ചു നിൽക്കും. എന്നാൽ ഇപ്പുറത്തുള്ള ആളുകൾക്ക് സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മുഖേന അവരുടെ ഈമാൻ ഉറച്ചു നിൽക്കും. എങ്ങനെയായാലും മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനുമുള്ള മസ്ലഹത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുശേഷം കിതാബുൽ സക്കാത്തിൽ 2 ഹദീസുകളുണ്ട്, അതുകൂടി നമ്മൾ ഇന്ന് വായിച്ച് തീർക്കുകയാണ്. അത് ബാബു സദഖത്തുൽ ഫിത്ർ, സദഖത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സക്കാത്തുൽ ഫിത്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ഹദീസുകളാണ്. അത് നമുക്ക് വായിക്കാം. സക്കാത്തുൽ ഫിത്ർ നമുക്കറിയാം, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു സാ ആണ് നമ്മളത് കൊടുക്കുന്നത്. അത് സാധുക്കളായ ആളുകൾക്ക് നമ്മൾ അത് നൽകും. ആണും പെണ്ണുമായ മുഴുവൻ ആളുകളും അന്നേക്ക് ഭക്ഷണം കഴിക്കാൻ സമ്പത്തുണ്ടാവുകയും മിച്ചം ബാക്കിയുണ്ടാകുന്ന മുഴുവൻ ആളുകളും അതെന്ത് ചെയ്യും? ആ സക്കാത്ത്
അത് കൊടുക്കുന്നതായിരിക്കും. സക്കാത്തുൽ ഫിത്ർ അത് റമളാൻ നിശ്ചയിച്ച ഹിജ്റ 2ാമത്തെ വർഷം തന്നെ നിശ്ചയിച്ചിട്ടുള്ള ദീനിലുള്ള ഒരു വലിയ ഇബാദത്താണ്. റമളാനിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളും കുറവുകളൊക്കെ പരിഹരിക്കപ്പെടാനും അതുപോലെ സാധുക്കൾക്ക് പെരുന്നാൾ ദിവസത്തിൽ പട്ടിണിയാകാതെ മറ്റുള്ളവരെ പോലെ ഭക്ഷിക്കാനുമൊക്കെയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള വലിയൊരു ഇബാദത്താണ് സദഖത്തുൽ ഫിത്ർ അല്ലെങ്കിൽ സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട 2 ഹദീസുകൾ മാത്രമാണ് ഇനിയുള്ളത്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുന്നു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖത്തുൽ ഫിത്ർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖത്തുൽ ഫിത്ർ ഔ ഖാല റമളാൻ സദഖത്തു റമളാൻ, അങ്ങനെയും ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. സക്കാത്തുൽ ഫിത്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധ ബാധ്യതയായി നിശ്ചയിച്ചു. ആർക്കൊക്കെ? അല സക്കരി വൽ ഉൻസ, ആണിനും പെണ്ണിനും, വൽ ഹുർരി വൽ മംലൂക്, സ്വതന്ത്രനും അടിമക്കും. കാരണം ഇതൊക്കെ അടിമക്ക് മറ്റു സക്കാത്തില്ല. സാഅൻ മിൻ തംർ, എന്തൊക്കെയാണ് അത്? തമ്രിൽ നിന്നും ഒരു സാ, ഔ സാഅൻ മിൻ ശഈർ, അല്ലെങ്കിൽ ബാർലിയിൽ നിന്നും ഒരു സാ. ഖാല, അദ്ദേഹം പറയുന്നു, ഫഅദല الناس به الى نصف صاع من بر على الصغير والكبير, ജനങ്ങൾ പിന്നീട് ഗോതമ്പിൽ നിന്നുള്ള ബുറിൽ നിന്നുള്ള നിസ്ഫു സാ, സാധാരണ ഒരു സാ ആണ് കൊടുക്കേണ്ടത്, ഗോതമ്പാണെങ്കിൽ നിസ്ഫു സാ ആക്കി പിന്നീട് അവർ മാറ്റിയിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അദ്ദേഹം ഷാമിൽ നിന്ന് വന്ന സമയത്ത്, അടുത്ത ഹദീസിൽ അത് വന്നിട്ടുണ്ട്, ഷാമിൽ നിന്ന് വന്ന സമയത്ത് ആളുകളുടെ കയ്യിൽ നല്ല ഇനം ഗോതമ്പുകൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല ഇനം ഗോതമ്പുകളാണ് എങ്കിൽ നമ്മൾ നേരത്തെ തമ്രിനോടും ബാർലിയൊക്കെ കൊടുക്കുന്നതിന് പകരം ഇത് അരസാ കൊടുത്താൽ മതി, നേരെ പകുതി കൊടുത്താൽ മതി എന്നുള്ള നിലക്ക് അദ്ദേഹം പറഞ്ഞു എന്നാണ്. വഫീ ലഫ്ളിൻ അൻ തുഅദ്ദ ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്സലാ, ചില റിവായത്തിൽ ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടത് വന്നിട്ടുണ്ട്, ജനങ്ങൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായിട്ടാണ് കൊടുക്കേണ്ടത് എന്ന് വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, അപ്പോൾ സക്കാത്തുൽ ഫിത്ർ എന്താണ് കൊടുക്കേണ്ടത് എന്ന് ഈ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. ഈ ഹദീസിൽ വന്നത് ആ നാട്ടിലുള്ള പ്രധാന ഭക്ഷണമായ ഈത്തപ്പഴത്തെക്കുറിച്ചും അതുപോലെ ബാർലിയെക്കുറിച്ചും ഗോതമ്പിനെ കുറിച്ചും ഒക്കെയാണ്. പണ്ഡിതന്മാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, സക്കാത്തുൽ ഫിത്ർ ഓരോ നാട്ടിലും പ്രധാന ഭക്ഷണമായി എന്താണോ ഉപയോഗിക്കുന്നത് അതാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രധാന ഭക്ഷണം അരിയാണ്. അപ്പൊ അരിയിൽ നിന്നാണ് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടെ ഗോതമ്പും മറ്റുമൊക്കെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ട് അതും കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലൊക്കെ ആളുകൾ കൂടുതലും റൊട്ടിയും ചപ്പാത്തിയൊക്കെ ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ്, അതും കൊടുക്കാവുന്നതാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണോ അതാണ് കൊടുക്കേണ്ടത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ സമ്പത്ത് കൊടുക്കാൻ പാടില്ല. കാരണം സഹാബികളിൽ ആരും തന്നെ, സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ സഹാബികളിൽ ആരും എന്ത് ചെയ്തിട്ടില്ല, നഖദുകൾ, പണം സക്കാത്തായി കൊടുത്തിട്ടില്ല. മറിച്ച് എല്ലാ റിവായത്തിലും സക്കാത്തായി കൊടുത്തിട്ടുള്ളത് എന്തുമാത്രമാണ്? ഇത്തരത്തിലുള്ള ഭക്ഷണം മാത്രമാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി ഈ ഹദീസിലുള്ള മറ്റൊരു കാര്യം, ഇതെപ്പോഴാണ് കൊടുക്കേണ്ടത്? അൻ തുഅദ്ദ ഖബ്ല ഖുറൂജിൻ നാസ് ഇല സ്സലാ, ജനങ്ങൾ നിസ്കാരത്തിനോട്, പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ്. അപ്പൊ ഏറ്റവും അഫ്ളലായ വക്ത്, 3 വക്തുകൾ പറയാൻ പറ്റും. ഏറ്റവും അഫ്ളലായിട്ടുള്ള വക്ത്, ഏറ്റവും മുസ്തഹബായിട്ടുള്ളത്, അത് പെരുന്നാൾ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകുന്ന വഴിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് സാധുവിനെ കണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ പലർക്കും പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും. എങ്കിൽ അവർക്ക് റുഖ്സയുള്ളത്, അളവുള്ളത് 1-2 ദിവസം മുമ്പ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പെരുന്നാളിന്റെ 1-2 ദിവസം മുമ്പ് സക്കാത്തുൽ ഫിത്ർ നൽകാൻ പറ്റും. 28-നോ 29-നോ ഒക്കെ സക്കാത്തുൽ ഫിത്ർ അത് കൊടുക്കാവുന്നതാണ്. അത് അനുവദനീയമായ കാര്യമാണ്. ഇനി വക്തു ഖളാ ഉണ്ട്. ഒരാൾ മറന്നുപോയി, അങ്ങനെ അയാൾ പെരുന്നാളിന് വന്നപ്പോഴാണ് സക്കാത്തുൽ ഫിത്ർ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്യണം? അത് ഖളാ വിട്ടി വേഗം പോയി കൊടുക്കേണ്ടതുണ്ട്. ഇനി ഒരാൾ മനഃപൂർവ്വമാണ് വൈകിപ്പിച്ചത് എങ്കിൽ അയാൾക്ക് അതിനുള്ള കുറ്റമുണ്ട്. അയാളും അത് വേഗം തന്നെ കൊടുത്തു വിട്ടേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുക. അയാൾ കൊടുത്തു വിട്ടണം. പക്ഷേ നേരത്തെ മനഃപൂർവ്വം ചെയ്ത ആളുകൾക്ക് നേരത്തെ കൊടുക്കുന്നതിന് ഫദ്ല് കിട്ടുകയില്ല. ഇന്നഹ സദഖത്തും മിനസ് സദഖാത്ത്, അത് സാധാരണ സദഖയുടെ പ്രതിഫലമാണ് കിട്ടുക. പക്ഷെ ഖളാ അവിടെ വീട്ടേണ്ടതുണ്ട്, അതാണ് കിട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഹദീസ്, വഅൻ അബീ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ നുഅ്തിഹാ ഫീ സമാനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഅ മിൻ തആം. അദ്ദേഹം പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഭക്ഷണത്തിൽ നിന്നും ഒരു സാ ആണ് നൽകിയിരുന്നത്. ഇവിടെ സാഅ മിൻ തആം എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു, സാഅ മിൻ തആം എന്നുള്ളത് ഹിൻത എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. തആം എന്നുള്ളത് ഗോതമ്പ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്.
അപ്പൊ ഗോതമ്പ് കൊടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ മിൻ തആം എന്ന് പറഞ്ഞ കുല്ലു മത്ഊം, ഭക്ഷിക്കപ്പെടുന്ന എല്ലാം, എല്ലാം അന്ന് ഭക്ഷിക്കപ്പെടുന്ന ഏത് വസ്തുവാണെങ്കിലും എന്നും അതിന് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഹിൻത, ഗോതമ്പിൽ നിന്നാണ് എങ്കിൽ അതിൽ വലിയ ഫായിദയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹദീസിന്റെ അവസാനത്തിൽ കാണാൻ സാധിക്കും, മുആവിയ റളിയല്ലാഹു അൻഹു പിന്നീട് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിൽ കൊണ്ടുവന്ന അഭിപ്രായം ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഗോതമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും സാഗ് കൊടുത്തിരുന്നു. അബൂ സഈദ് ഖുദ്രി പറയുന്നുണ്ട്, ആ ഗോതമ്പ് ഷാമിൽ നിന്ന് വന്ന ഗോതമ്പിന്റെ അത്ര മെച്ചുണ്ടായിരുന്നില്ല, കുറച്ച് ക്വാളിറ്റി കുറവായിരുന്നു, പക്ഷെ എന്നാലും ഗോതമ്പാണ്. അപ്പൊ ഗോതമ്പാണെങ്കിലും സാഗ് തന്നെ കൊടുക്കണം എന്നാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. അദ്ദേഹം അവസാനം അത് പറയുന്നുണ്ട്. ഔ സാ മിൻ തംർ, അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൽ നിന്നും ഒരു സാ, ഔ സാ മിൻ ഷഈർ, അല്ലെങ്കിൽ ബാർലിയിൽ നിന്നും ഒരു സാ, ഇതൊക്കെ ഞങ്ങൾ കൊടുത്തിരുന്നു. ഔ സാ മിൻ അഖിത്ത്, അല്ലെങ്കിൽ അഖിത്തിൽ നിന്നും ഒരു സാ, അത് പാൽക്കട്ടിയാണ് എന്നാണ്. ചില പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്ന സമയത്ത് ഇമാം ബൈജാവി റഹിമഹുല്ലാ അൽ-ഇഖ്നാ എന്ന് പറയുന്ന കിതാബിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം ലാ അഅരിഫു മൽ അഖിത്ത്, അഖിത്ത് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാരണം അത് പലരും കാണാത്തത് കൊണ്ടായിരിക്കും. പാൽക്കട്ടിയാണ് സാധാരണ ആട്ടിന്റെയോ ഒട്ടകത്തിന്റെ ഒക്കെ പാല് ഇത് ഉണക്കിയിട്ട് സൂക്ഷിക്കുന്നതാണ് പാൽക്കട്ടി, അത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ കൊടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഔ സാഅ മിൻ സബീബ്, അല്ലെങ്കിൽ ഉണക്കമുന്തിരിയിൽ നിന്നും ഒരു സാ, ഇതൊക്കെ അന്ന് ഭക്ഷണത്തിന് പ്രധാനമായി ഉപയോഗിച്ചിരുന്നു എന്ന് കാണാം. അതുകൊണ്ടാണ് ഫലമ്മ ജാഅ മുആവിയ വജാഅത്തി സമറ, മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് വന്നതാണ്. വജാഅത്തി സമറ, സമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസ്മർ, ബ്രൗൺ കളർ, അത് ഗോതമ്പാണ്, നല്ല ക്വാളിറ്റി ഹിൻതക്കാണ് പറയുന്നത്, ഗോതമ്പിനാണ് പറയുന്നത്. ഖാല ഉറ മുദ്ദൻ മിൻ ഹാദാ യഅദിലു മുദ്ദൈൻ, അദ്ദേഹം പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു മുദ്ദ്, അത് 2 മുദ്ദിന് പകരമായതാണ്. കാരണം സാ എന്ന് പറയുന്നത് 4 മുദ്ദാണ്. അതുകൊണ്ടാണ് നേരത്തെ നിസ്ഫു മതി, പകുതി മതി എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ഒരു നല്ല ഗോതമ്പിന്റെ ഒരു മുദ്ദ് മറ്റേതിന്റെ 2 എണ്ണത്തിന് മതിയായിരുന്നു. അപ്പൊ ഇത് 2 എണ്ണം കൊടുത്താൽ അര സാ ഒരു സാഹിന് പകരം മതി എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരുന്നു. ഖാല അബൂ സഈദ്, ഹദീസിന്റെ റാവി അബൂ സഈദ് പറയുന്നു, അമ്മ അന ഫല അസാലു ഉഖ്രിജുഹു കമാ കുൻതു ഉഖ്രിജുഹു, എന്നാൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ എത്രയാണ് ഞാൻ കൊടുത്തത് അത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ കൊടുത്ത അതേ വസ്തുക്കൾ ഞാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതേ ക്വാണ്ടിറ്റിയിൽ അതേ അളവിൽ ഒരു സാ തന്നെ പകുതിയാക്കിയിട്ടില്ല, അങ്ങനെ തന്നെ കൊടുക്കുന്നു. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഗോതമ്പാണ് എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത അത്ര തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതാണ് സഹോദരങ്ങളെ ഈ സക്കാത്തുൽ ഫിത്റുമായി ബന്ധപ്പെട്ട ഹദീസ്. ഇതോടുകൂടി കിതാബു സക്കാത്തിന്റെ അഹ്കാമുകൾ അടങ്ങിയിട്ടുള്ള ഹദീസുകൾ നമ്മൾ വായിച്ചു. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, ഒരു ഹദീസ് കിതാബാകുമ്പോൾ സക്കാത്തുമായി ബന്ധപ്പെട്ട എല്ലാ മസ്അലകളും ഇതിൽ ഉൾപ്പെടുത്തി എന്ന് വരികയില്ല. പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം അതുള്ള ഹദീസുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന്റെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. സക്കാത്തുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നമ്മൾ വായിച്ചും പഠിച്ചുമൊക്കെ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും സക്കാത്തിന് നിർബന്ധ ബാധ്യതയുള്ള ആളുകൾ അത് പഠിക്കലും നിർബന്ധമാണ്. അത് പഠിക്കാതെ വീഴ്ച വരുത്തിയിട്ട് സക്കാത്ത് കൊടുക്കുന്ന എണ്ണത്തിലോ വണ്ണത്തിലോ കുറവ് വരുത്തിയാൽ, കൊടുക്കുന്ന വ്യക്തികൾക്കൊക്കെ കുറവ് വരുത്തിയാൽ അവർക്ക് 2 കുറ്റമുണ്ട്. ഒന്ന് ആ കുറവ് വരുത്തുക എന്നുള്ള കുറ്റം, 2 അത് പഠിക്കാത്തതിന്റെ കുറ്റം. അതുകൊണ്ട് സക്കാത്ത് നിർബന്ധ ബാധ്യതയുള്ള ആളുകൾ എന്തായാലും പഠിക്കണം. അതല്ലാത്ത ആളുകൾ പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്നും ഇൽമ് അത് പഠിക്കുക എന്നുള്ളത് വലിയ ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത